നമ്മുടെ ഒൻസീഡിയത്തിൻ്റെ ചെടികൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ചട്ടിയിൽ ചകിരിയും അതുപോലെ കഷ്ണങ്ങളൊക്കെ ഇട്ടിടാൻ വെച്ചിരുന്നേ. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു സിമെൻറ്റ് കൊണ്ട് തീർത്ത ആർട്ടിഫിഷ്യൽ ഒരു മരമാണിത്. പ്രാവിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് പൂന്തോട്ടത്തിൽ, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ചകിരി കഷ്ണത്തിൽ നമ്മുടെ ഒൻസീഡിയത്തിൻ്റെ ഇത് വേരുകളൊന്നും പോകാതെ എടുത്തിട്ട് ചകിരി കഷ്ണത്തിൽ പൊതിഞ്ഞ് ഗ്രീൻ നെറ്റും കൊണ്ട് നമ്മുടെ ഈ ഒരു മരത്തിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ നെറ്റ് ആകുമ്പോഴും നമുക്ക് ഇതിൻ്റെ വേരിനൊന്നും ഒരു കുഴപ്പം വരില്ല, ഇതുണ്ടോ. അപ്പോൾ ഈ ഒരു പ്രാവിൻകൂടിൻ്റെ മരം വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഒരു മരത്തിൻ്റെ ഇലകളൊക്കെ ആയിട്ടുള്ളൊരു ലുക്കുമായി. അതുപോലെ നമുക്ക് ചെടികളിൽ മനോഹരമായിട്ട് ഇതുപോലെ പൂക്കളുമായിട്ടാവും. ഇതിന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതേ സ്പൈക്കൊക്കെ വന്നു. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു വലിയൊരു ഒൻസീഡിയത്തിൻ്റെ പ്ലാന്റ് ആട്ടോ. അത് വലിയ സന്തോഷമാണ് ഇത് കാണുമ്പോൾ. ഇതിൻ്റെ ഭംഗിയൊന്നും നോക്കി. ഇതിങ്ങനെ താഴത്തേക്ക് ഇഴുകി കിടന്നപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് എടുത്ത് വെച്ചതാട്ടോ. എന്നാലും ഇങ്ങനെ കിടക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഞാനിതിന് കാര്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പ്രേ മാത്രമാണ്. അതായത് ഗ്രീൻ കെയർ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ കൊടുക്കും. തേങ്ങയുടെ വെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ തേങ്ങ വെട്ടുന്ന വെള്ളമൊക്കെ കളക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഏറ്റവും നല്ലതാണ്. ഒൻസീഡിയത്തിന് കൂടുതൽ പോട്ടിങ് ആവശ്യമില്ല. കൂടുതൽ കരിയോ ചകിരി അങ്ങനെ ആവശ്യമില്ല. ചെറിയ ചകിരി കഷ്ണത്തിൽ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നല്ല മഴയായിട്ട് പോലും ഇതിനകത്ത് പൂക്കളുണ്ടായി എന്നുള്ളതാണ്. മഴയത്ത് പൂക്കളുണ്ടാവും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറവായിരിക്കും. അപ്പോൾ ഞാനെന്തായാലും ഈ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഐഡിയയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നല്ല ബലമുള്ള പേരയുടെ മരമോ അതല്ലെന്നുണ്ടെങ്കിൽ മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ് സിമെൻറ്റിലൊക്കെ ഉറപ്പിച്ചിട്ട് ഇതേപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മരം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യാം. കാരണം എല്ലാവരും വീടിന് മുമ്പിലും ഇതുപോലെ മരം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി മരം ഉള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഒൻസീഡിയത്തിനായാലും ഓർക്കിഡുകൾക്കായാലും അത്യാവശ്യം വെയിൽ വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, മഴയത്ത് കൂടുതൽ ദിവസം പൂവ് നിന്നാൽ പൂവ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. എന്നാലും ഇത് ഇനി ഭാവിയിലേക്ക് ഇതിനകത്ത് ഒത്തിരി സ്പൈക്ക് വന്ന് ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രാവിൻ്റെ ഈ ഒരു കൂട് നല്ല കളർഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ 3 കളറാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇതിൽ പണ്ടുള്ളതാട്ടോ. ഒത്തിരി നാളായിട്ട് പിന്നെ നിൽക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ. ഇത് പിന്നെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ. നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തേ കണ്ടോ, ജസ്റ്റ് ഒരു ചകിരിപ്പൊളിയിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രീൻ നെറ്റ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം. ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക കേട്ടോ. ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നതാണ്. നമ്മുടെ ഗാർഡൻ്റെ എന്താ പറയുക, പുതിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് പുല്ലുകളൊക്കെ ആർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു മഴയത്ത്. അപ്പോൾ ഞാനിത് എല്ലാം വെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞാലാണ് ഇതിനൊരു പ്രത്യേക ഭംഗി വരുള്ളൂ. എല്ലാം ഇതുപോലെ വെട്ടിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം മണ്ണൊക്കെ ചെളി പിടിച്ചൊക്കെ കിടക്കായിരുന്നല്ലോ. എന്നാലും ഇങ്ങനെ നന്നായിട്ട് വളർന്നുകൊണ്ട് ഒരു അഭംഗി വേണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളത് വെട്ടിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇലയൊക്കെ വീണ് കിടക്കുക. മഴയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വൃത്തിയാക്കാനൊക്കെ. അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കാനായിട്ട്. പലരും ചോദിച്ചു നമ്മുടെ ഗാർഡൻ എന്തപ്പോൾ കാണിക്കാത്തതെന്ന്. അപ്പോൾ മഴയായതുകൊണ്ട് പൂക്കളൊക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ അത്ര അങ്ങോട്ട് കാണിക്കാത്തത്. പക്ഷെ നമ്മുടെ ഓർക്കിഡുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഡെൻഡ്രോബിയം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി, സ്പൈക്കൊക്കെ വന്നു. അതുപോലെ നമ്മുടെ ഒരു വാൻഡ അടിപൊളിയായിട്ട് മുട്ടുണ്ടാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.